മത്തായി സുവിശേഷത്തിൽ വായിച്ചതെങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. സ്തോത്രം. ഒരുമിച്ച് വായിക്കാം. അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. മതി. നാം എങ്ങനെയാണ് ആ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ആ ഒരു ദൈവശബ്ദം ആ ഭൂമിയിലേക്ക് പ്രവാചകൻ മുഖാന്തരം വന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വരികയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം അതിനെ പൂർത്തീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നാം വളരെ വ്യക്തമായി കണ്ടതാണ്, നോർത്തേൺ കിങ്ഡത്തിൽ ജൂത എന്നറിയപ്പെടുന്ന രാജാവിന് എതിരെ വന്ന അരാം സൈന്യവും ഇസ്രായേലും. We know the Aramites and the Ephraimites that were coming against these people, the country of Judah. അതിന്റെ കൂടെ തന്നെ എഫ്രൈമിനെയും കൂടെ കൂട്ടുപിടിച്ച് ഈ ജൂദയിലേക്ക് വരികയാണ്. And these people are joining together with Ephraim to come against this country Judah. അപ്പോൾ വളരെ വ്യക്തമായി ഇനിയുള്ള കാര്യങ്ങൾ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. And you need to understand this taken a very serious matter here. നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എന്ത് ചെയ്തില്ല, അതിന് അനുവദിച്ചു കൊടുത്തില്ല. ഐഷ്യ ചാപ്റ്റർ 7 വേഴ്സസ് 6 and 7 ഒന്ന് വായിച്ചോട്ടെ. മതിയമ്മേ, അത് നടക്കുകയുമില്ല, സാധിക്കുകയുമില്ല. അതിനുശേഷം നാം ഇങ്ങനെ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ 10-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നായിരുന്നു. 10-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ മാമേ. മതി. ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ആഹാസിന്റെ ഹൃദയത്തെ നന്നായി മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞൊരു കാര്യം, ആഹാസേ, നീ എന്നോടൊരു അടയാളം ചോദിക്കണം. And so God, who really knows the heart of King Ahaz, അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. Because God himself knows the next step that Ahaz is going to take. നീ എവിടെ ചെന്ന് തകരുമെന്ന് എനിക്കറിയാം. I know the exact place where you're going to fall. പക്ഷേ അതിന്റെ മുന്നമേ ഞാൻ നിനക്ക് ഒരു നമ്മുടെ മലയാള ഭാഷയിൽ ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടെ ഞാൻ നിനക്ക് തരാം. But God is saying in some words, I'm going to give you one more chance before you fall. നിനക്ക് എന്നോടൊരു അടയാളം ചോദിക്കാം. That you can ask and test me. പക്ഷേ അവിടെ കാണാൻ കഴിയുന്ന കാര്യം 12-ാം വാക്യം കഴിഞ്ഞ ആവശ്യം പറഞ്ഞു വിട്ടതാണ്. ഞാൻ ചോദിക്കില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞു. And he says like this, I won't ask, I won't test the Lord. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് ഭയങ്കര ആത്മീയന്റെ ഒരു ലക്ഷണമാണ്. When you look at him, it's like he's very spiritual there. പക്ഷേ അത് ആത്മീയനല്ല, അതൊരു വക്രതയുടെ ലക്ഷണമാണെന്ന് മുൻപോട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But it's not the spiritual act there, but it's a walk of the flesh that is being appeared there. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗം 11-12 വാക്യം ആഹാസ് പറഞ്ഞു, ഞാൻ ചോദിക്കത്തില്ല, എൻ്റെ ദൈവത്തെയും പരീക്ഷിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി 13 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. വായിച്ചേട്ടാ മാമേ. വായിച്ചോ. മതി മാമേ, താടി മീശ ഉള്ളവരൊന്നും വിഷമിക്കണ്ട, അതല്ല ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, കർത്താവ് അതുവരെ പറയാത്ത ഒരു പ്രവചന ശബ്ദം അവന്റെ മേൽ പറയുക. God is saying something that he's never prophesied to these people, to King Ahaz there right now. ആഹാസിന്റെ ഹൃദയത്തെ നന്നായി അറിഞ്ഞുകൊണ്ട് പറയാം, നീ ആശ്രയിക്കാൻ പോകുന്ന വ്യക്തി തന്നെ
നിനക്കെതിരാകും. God is saying to Ahaz, the person that you desire is going to come and attack you now. കാരണം എന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടത്തിലേക്ക് ചുവട് Even വെക്കുകയാണ്. if I'm calling you to come to my name or my will, you're going to something that you like and love. ഗൗരവമായ ദൈവസഭ കൂടെ വരിക. They're coming in a serious manner. നോക്കിയേ, വീണ്ടും പറയുന്നു, എന്റെ ഇഷ്ടത്തിനകത്തേക്ക് നിന്നെ വിളിക്കാൻ ഞാൻ ചാൻസ് തരുമ്പോൾ നിന്റെ ഇഷ്ടത്തിനകത്തേക്ക് പോകുന്നൊരു വഴിയെ ദൂരവേ ഞാൻ നിന്നിൽ Even though കാണുന്നു. I want you to go into my path the way I like, you're going the way that you like, and I can see this from far away with my ആ eyes. വഴിയാണ് അശൂർ രാജാവിന്റെ വഴി എന്ന് That is പറയുന്നത്. the way of the Assyrianites. പക്ഷേ ഈ അശൂർ രാജാവ് തന്നെ ഞാൻ അവനെ അയച്ച് നിന്നെ തകർക്കാൻ തക്കോണം But I myself will send the Assyrians to start പക്ഷേ defeating ഈ you. ദൂത് കേട്ടിട്ടും ആഹാസ് മടങ്ങി വന്നില്ല. Even after listening to this prophecy, Ahaz does not return. ഓക്കെ, ഇനി ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പറയും. ഈ പറയുന്ന വാക്ക് വീണ്ടും ശ്രദ്ധിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. 2 Kings 16 verse 7. Yeah. മതി. അന്നത്തെ കാലയളവിൽ വിസിബിളായി നോക്കിക്കഴിഞ്ഞാൽ അശൂർ രാജാവാണ് ഏറ്റവും ബലമുള്ള രാജാവ്. If you look back in the days, Assyrians are the biggest or the most powerful army there is at the time. മാനുഷികമായി അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവന് ജയമുണ്ട്. If you look at a human sense, if you stand with them, you are always victorious. പക്ഷേ അശൂർ രാജാവിനാൽ തകർക്കപ്പെടുമെന്ന് ദൈവിക ശബ്ദം വ്യക്തമായി കേട്ടിട്ടും ആഹാസ് അശൂരിനെ ആശ്രയിക്കാനുള്ള കാരണം എന്താണ്? Even when Ahaz understood that Assyrians will be defeated, why is he still following them? ആ ചരിത്ര ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. We're moving towards that history. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം. 2 Kings chapter 16 verses 5 വായിച്ചാട്ടെ. ആ ആ നോക്കിക്കേ, ഏതിന് നേരെയാണ്? യെരൂശലേമിന്. ഈ ചരിത്രം നിങ്ങളുടെ തലയിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ പിന്നെ ബാക്കി ഭാഗം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾ വരണം. എനിക്കറിയാം ഇച്ചിരി ബോറടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കൂടെ വരണം കേട്ടോ. നിങ്ങളുടെ കണ്ണെന്നെ നോക്കുന്ന പോലെ നിൻ്റെ മനസ്സിൻ്റെ കൂടെ വരണം. അപ്പോൾ അരാം രാജാവും രസീനും ഇസ്രായേൽ രാജാവ് പേക്കഹും ഏതിന് നേരെ വന്നത്? യെരൂശലേമിൽ നേരെ ആക്രമിച്ചു. So Rezin and Pekah are coming against the Jerusalemites. അപ്പോൾ അവിടെ പറയുന്ന വാക്കുണ്ടോ, അവനെ ജയിപ്പാൻ കഴിഞ്ഞില്ല. And they couldn't overpower him. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 6-ഉം 7-ഉം വായിക്കേ. മതി. അത് അവിടെയും പറയുന്നു ഇത് നടക്കുകയില്ല, സാധിക്കുകയില്ല. And he's saying again, it will not happen there as well. ഇനി 2 Kings chapter 16 verses 6 ഒന്ന് വായിച്ചേ. ആ നോക്കിയേ, ഒരിടത്ത് പറയുന്നു ജയിച്ചില്ല എന്ന്, ഇവിടെ പറയുന്നു അവന് ഏലത്ത് പിടിച്ചെടുത്ത് ആരെ പുറത്താക്കി? യഹൂദന്മാരെ പുറത്താക്കി. And who did they overcome or take out? It's Judah, the people that they overcame. നമുക്ക് ഈ ആദ്യം വായിക്കുമ്പോൾ കുറച്ച് വിരോധാഭാസം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആയിട്ട് തോന്നിയാലും അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോകുകയാണ്. I know it's a little complicated, but we're going behind that towards that. ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഏലത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവർ പിടിച്ചെടുത്തു. ആരാം പിടിച്ചെടുത്തു? And Aramites took up this place here. അത് മനസ്സിലാക്കണമെങ്കിൽ 2 Kings chapter 16 verses 5-ലേക്ക് വീണ്ടും വരണം. Come back to verse 5. അവിടെ ഇപ്രകാരം അവർ യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്തു. And they marched up to Jerusalem and surrounded it. എന്നാൽ അവർക്ക് ജയിപ്പാൻ കഴിഞ്ഞില്ല. But yet they couldn't overpower it. തൊട്ടു മുമ്പ് വായിച്ചു, അവർ ജൂദയെ ആക്രമിച്ചോ? Did they overcome Judah? They overcame it. ജൂദയിൽ ഏതെങ്കിലും പ്രദേശം നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. Did they lose Judah? They lost it. അതാണ് ഏലത്ത്. അത് നഷ്ടപ്പെട്ടു. That is what they lost. പക്ഷേ യെരൂശലേമിനെ അവർ ഞെരുക്കാൻ നോക്കിയോ? അവർ ഞെരുക്കാൻ നോക്കി. Even when they did they try to destroy Jerusalem? They did try. No, not destroy, siege. Or did they try to seize Jerusalem? They did try. പക്ഷേ യെരൂശലേമിനെ അവർ പിടിച്ചോ? ഇല്ല. Did they catch Jerusalem? But no. അവർ ആഹാസിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയോ? അതുമില്ല. Did they remove Ahaz as king? No.
ദാവീദിന്റെ സിംഹാസനത്തെ എടുത്തു കളയാൻ നോക്കിയോ? അതുമില്ല. Did they try to throw away the throne of David? That didn't happen either. നിങ്ങളുടെ മുഖം കണ്ടിട്ട് പണ്ട് ഞാൻ 8ാം ക്ലാസ് ഹിസ്റ്ററി ക്ലാസ് ഇരിക്കുന്ന പോലെ ഞാൻ നിങ്ങളെല്ലാം കാണുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. I'll say one more time. നമ്മൾ ആദ്യം കണ്ടത് അവൻ ആഹാസിനോട് എതിർത്തു വന്ന ഈ ശത്രു രാജ്യത്തെ കണ്ടത്. And we see the enemy coming towards Ahaz and trying to overcome them. അവിടെ കാണാൻ കഴിയുന്നു യെരുശലേമിനെതിരെ അവർ വരികയാണ്. And they're trying to come against Jerusalem. പക്ഷേ അവർ എന്ത് ചെയ്യാൻ പറ്റിയില്ല, പിടിച്ചടക്കാൻ But what happens, പറ്റിയില്ല. they couldn't overcome പക്ഷെ it. പിന്നെ കണ്ടു ഏലാത്തിനെ പിടിച്ചു, അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്തിട്ട് യഹൂദന്മാരെ പുറത്താക്കി. But we see that they were able to capture the land and take over Judah അവിടെ there. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശത്രു രാജ്യം ജൂദയെ ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ മോനെ സത്യമായിട്ടും ആക്രമിച്ചു. Did the enemy overcome Judah? Yes, with 100% ചില truth they പ്രദേശങ്ങൾ did. നഷ്ടമായി. Did they lose the land? They lost it. അവർ യെരുശലേമിനെ ഒന്ന് ഞെരുക്കാൻ നോക്കിയോ, സീരിയ നോക്കിയോ, അവർ നോക്കി. Even if they tried to, but they couldn't overcome or seize this പക്ഷേ Jerusalem. യെരുശലേമിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കീഴടക്കാൻ പറ്റില്ല. What couldn't happen? They didn't overcome Jerusalem. എന്താ വെളിപ്പാട് മനസ്സിലാക്കണം അറിയാമോ? What is the revelation you need to understand? ആലയം ഇരിക്കുന്ന സ്ഥലത്തെ പിശാച് തകർക്കാൻ നോക്കിയപ്പോൾ ദൈവം വിട്ടുകൊടുത്തു. Even if the enemy tries to attack the temple of God, nothing could overcome it there. യുദ്ധം വരുന്നുണ്ട്. Yes, the war is coming. ചില ബാറ്റിൽ ദൈവം നമ്മളെ അനുവദിക്കും. Some things God will allow to happen. ചില ബാറ്റിൽ നമ്മുടെ Some ജീവിതത്തിൽ battles അനുഭവിക്കും. God will allow to ചില happen. നഷ്ടങ്ങൾ Though we സംഭവിച്ചിരിക്കും. lose some things in പക്ഷേ life, ടെമ്പിൾ ഓഫ് ഗോഡിനെ തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം. even if the temple of God needs to be attacked, God ആ himself needs വെളിപ്പാടിലേക്ക് to എത്ര പേർ allow കയറി വരാൻ it. How many of us കഴിയുന്നുണ്ട്? understanding the നോക്കി, revelation? യെരുശലേമിനെ ഒന്ന് ഞെരുക്കാൻ നോക്കി. They tried to seize this Jerusalem. പ്രശ്നങ്ങൾ ഇട്ടൊന്ന് പൊതിയാൻ They നോക്കി. tried to bring problems against വിസിബിൾ it. ആയിട്ട് ശത്രു ഒരുമിച്ച് വന്നു. Visibly, the enemy is coming അയ്യോ, ഞാൻ together. നോക്കുമ്പോൾ എന്റെ അങ്ങേ അറ്റത്ത് ചില നഷ്ടങ്ങളൊക്കെ When സംഭവിക്കുന്നു. I see on the other side, there's some losses that's പക്ഷെ ഒരു happening. കാര്യം ആത്മാവിൽ But പറയാം, one thing in the spirit ഒരു I say, ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം എന്റെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യുക no തന്നെ ചെയ്യും. force of the enemy can ever come and attack you, because there's one that is for me and you. കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ എന്റെ ജിയോഗ്രാഫിക്കലായിട്ട് ഒന്നും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് In പറയാം. order for you to stand, I'll say something small and geographically. ഏലത്ത് എന്ന് പറയുന്നത് അതൊരു ബൗണ്ടറി, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഏറ്റവും അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ആയിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കൽ If we ഏരിയ. understand this place is it's a boundary that's surrounding അതിന് here. ഏറ്റവും വലിയ പ്രാധാന്യം എന്തുകൊണ്ട് അവർ അതിനെ പിടിച്ചടക്കാൻ ചോദിച്ചാൽ, അത് പണ്ടത്തെ കാലങ്ങളിൽ ഇങ്ങനെ പറയാം, അത് റെഡ് സീയുടെ ഒരു ട്രേഡിംഗ് റൂട്ടാ. അത് ട്രേഡ് ചെയ്യുമ്പോൾ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടാകുന്ന ഒരു റൂട്ട്, ഒരു സ്ഥലമാണ്. It's a trading route that's happening, which is so called near this Red Sea. പക്ഷേ യഹൂദയെ സംബന്ധിച്ച് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്, അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടത്, ആ റൂൾ നഷ്ടപ്പെട്ടത് കുറച്ച് വലിയ കാര്യം തന്നെയാണ്. And it's a big thing that they lost this trade route for Judah here. അവിടെ കാണാൻ കഴിയുന്നത് എപ്പോഴും ഇങ്ങനെ പറയാം, എപ്പോഴും ആ ഭാഗത്തിനു വേണ്ടി ഒരു എന്താ പറയുന്നത്, എപ്പോഴും ഒരു യുദ്ധമുണ്ട്. ഒന്നുകൂടെ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പം കാശ്മീരിനെ സംബന്ധിച്ച് എപ്പോഴും ഇന്ത്യൻ പാകിസ്ഥാനും ഉള്ളൊരു കോൾഡ് വാർ പോലെ, ഒരു ടഗ് ഓഫ് വാർ പോലെ ആ നിലവാരത്തിനകത്തുള്ളൊരു സ്ഥലമാണ്. Just like Indian Palestine is going over against this Kashmir place, this is what's happening here at the Red Sea. മനസ്സിലാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു. I'm just saying so you understand. അതുകൊണ്ട് അവിടെ പറഞ്ഞ ഏലത്ത് അവർ തിരിച്ചു പിടിച്ചു, അവിടെ ഉണ്ടായിരുന്ന ജൂതരെ പുറത്താക്കി, അല്ലെങ്കിൽ ജൂതയെ പുറത്താക്കി. And they got to overcome this and they take over Judah here. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, And one thing, ഇവിടെയാണ് കുറച്ചുകൂടെ ആഹാസ് സീരിയസ് ആകേണ്ടത്. this is where Ahaz needs to become more ആഹാസ് serious. കണ്ടു തനിക്കൊരു നഷ്ടമുണ്ടായി. Ahaz is seeing that he's losing some things അപ്പോൾ here. ഇത് മനസ്സിലാക്കുന്ന യഹോവ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ആഹാസിനോട് പറയുന്ന വാക്യങ്ങളാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്. And understand, God who understands is prophesying through Isaiah to King Ahaz. എനിക്കറിയാം നിനക്കൊരു നഷ്ടമുണ്ടായി. I know you had a loss. നീ ഒരു അടയാളം എന്നോട് I ചോദിക്കും. know you're trying to do something. പക്ഷേ ആഹാസ് പറഞ്ഞു എനിക്ക് ചോദിക്കണ്ട. But Ahaz does not want to പക്ഷേ test God. ദൈവത്തിന്റെ സ്വന്തം ആഗ്രഹം എന്താണെന്ന് But അറിയാമോ? what is God's biggest ഈ desire? നഷ്ടത്തിനകത്തും എനിക്കും നിന്റെ കൂടെ ഒന്ന് വസിക്കണം. Even in this loss, I want to dwell with you. കാരണം പിശാച് തകർക്കാൻ നോക്കിയത് ഏലത്ത് പറയുന്ന ഒരു സ്ഥലത്തെ അല്ല, എന്റെ മഹത്വം ഇറങ്ങി വരുന്ന ആലയത്തെ തകർക്കാൻ നോക്കിയപ്പോൾ എന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്കൊരു ദൂതനെ അയച്ച് അവിടെ അത്ഭുതം ചെയ്യാൻ കഴിയും. പക്ഷേ എനിക്ക് നിന്നിലൂടെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാൻ എനിക്ക് നിന്നൊരു Because ആവശ്യം. the enemy's biggest plan was not to capture that place over there, but because the enemy is trying to destroy you, and God's biggest plan is to do something through you. ഇന്ന് പകൽ ആരാ അതിന് അവൈലബിൾ How ആയിട്ടുള്ളത്? many of you are available for ആരാ that ഏത് today? കുടുംബമാണ് അവൈലബിൾ Which
ആയിട്ടുള്ള family is available for today? സൂക്ഷകന്മാർ അവൈലബിൾ Which ആയിട്ടുള്ള ministers ready to do ചില that? ഏലത്തുകൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കർത്താവിന്റെ ഒറ്റ ആഗ്രഹം, എനിക്ക് നിന്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയെ ഒന്ന് കർത്താവേ, എനിക്ക് അങ്ങൊരു അടയാളം താ. എനിക്ക് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ ഈ ടെമ്പിൾ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന എന്റെ ഭവനത്തെ, എന്റെ തലമുറയാകുന്ന ടെമ്പിളിനെ, ഞാനാകുന്ന ടെമ്പിളിനെ തകർക്കാൻ നോക്കുന്നതിനെതിരെ എനിക്കൊരു അടയാളം താ എന്ന് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? Even though I lost Ahab, God, would you come down, your temple come down, and would you give me a boundary, protect me from the plans of the devil? Amen. ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. When God has a plan for us, it's not meaning that we will lose everything or not lose anything. എവനൊക്കെ ഒരിക്കലും കേൾക്കണം, അത് മക്കളെ, നമ്മുടെ ജീവിതം ദൈവം ഉണ്ടെന്ന് പറയുമ്പം ചില നഷ്ടങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. When we say that God is with us, it doesn't mean that we won't lose anything in life there. ഏലത്ത് നഷ്ടപ്പെട്ടാലും ആമേൻ ജെറുസലേം നഷ്ടപ്പെടത്തില്ല. Even if I lost that place over there, Jerusalem is something I will never lose. പുനഃസ്വാസ തുടക്കം മുതലേ അതാ That's പറയുന്നത്. what Pastor Bruno എന്നാ said. ഉണ്ടായാലും ദൈവസാന്നിധ്യം സമാധാനമില്ലെങ്കിൽ എന്നാ ഗുണം? If I have everything but not the peace of God, what else is good in my life? ആമേൻ. എന്നാ ഏലത്ത് നഷ്ടപ്പെടുമ്പോൾ ആമേൻ സമാധാനം ഇല്ലാതെ പോകും. തീർച്ചയായും ചില നഷ്ടമാണ് സമാധാനം ഇല്ലാതെ And പോകും. over there, even if I lost that place, yes, there will be no some പക്ഷേ peace or so. അവിടെ ഇല്ല ബലൂന്റെ കാറ്റ് അഴിച്ചു വിട്ടതുപോലെ അങ്ങ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭാരം തന്നെ ഉണ്ടാകും. പക്ഷേ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്? ആ ഒരു അരഗൻസോടെ നാം ദൈവസന്നിധിയിൽ ഇരിക്കരുത്. Even if we lose our things, we should never sit in the presence of God with some arrogance in our heart. ജയിച്ചു കയറുന്ന ഒരു അഭിഷേകത്തിനകത്തേക്ക് നമ്മളെല്ലാം കേറിയേ പറ്റും. But means you need to receive the power to overcome these things that are trying to hurt us. ഓക്കെ മുൻപോട്ട് പോകുന്നു. ഇവിടെ ആഹാസ് ആമേൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറല്ല. So Ahaz is trying to get ready to follow the desires of എന്താണ് God. നമ്മുടെ മെസ്സേജിന്റെ ടോപ്പിക്? What is our message? ഇമ്മാനുവൽ, ദൈവം നമ്മോട്. Emmanuel, God with us. ആണോ? Yes. എന്തു പേരാണ്? എന്താ ടോപ്പിക്? ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് us. ഷാനെ എന്തോ? ഓക്കെ. അപ്പോ ദൈവം ചില യുദ്ധങ്ങൾ അനുവദിക്കും. So God will allow some battles in your life. പക്ഷേ ദൈവം ആ വാഗ്ദത്തത്തെ സൂക്ഷിക്കാൻ തക്കവണ്ണം തന്നെ But God is 100% faithful to keep the promises that He has given into your life. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആഗ്രഹം ദാവീദിന്റെ വേരിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. God's biggest desire is to keep the throne of David safe there. കാരണം അവിടെ അവൻ ആ ഗോത്രം മുഖാന്തരം, ആ റൂട്ട് മുഖാന്തരം ഒരു രാജാതിരാജാവ് Because വരാനായിട്ടുണ്ട്. through that route, there's a king of kings that is supposed to come later. ഓക്കെ, ഞാൻ മുൻപോട്ട് പോകുന്നു. അപ്പോൾ മകളെ, ദൈവം ചോദിക്കുക, മോനെ എന്റെ സഹായം നിനക്ക് വേണോ? God is asking him, do you need my നിന്റെ help? സഹായം വേണ്ട. I don't need your help here. അപ്പോൾ ആഹാസിന്റെ പ്രശ്നം ആമേൻ ഈ ശത്രുവിന്റെ ശക്തി മാത്രമല്ല, ദൈവത്തിൽ അവന് വിശ്വാസമില്ലാതെ പോയി. And what's happening is Ahaz not only following the enemy, but he's losing the faithfulness in God Himself. ഒന്നുകൂടെ പറയാം, ആഹാസ് കണ്ടത് ആമേൻ എനിക്കിന്റെ കൂടെ സഹായിക്കാൻ ഈ കാലത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയായ അശൂരിനെയാ ആഹാസ് കാണുന്നത്. What Ahaz is saying, the biggest enemy or the person I need right now is the king of Assyria. പക്ഷേ ഇങ്ങനെ നമ്മുടെ ജീവിതം അറിയാതെ വിശ്വാസം And നഷ്ടപ്പെടും. this is our life as well. We lose our നമ്മൾ faith ആദ്യം without ഒരു knowing. വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. When we have some sort of problem, we start നമുക്ക് praying. എന്തെങ്കിലും ഒരു സംഭവം എവിടെന്നെങ്കിലും ആരെങ്കിലും ഒന്ന് കരത്തി പിടിച്ചാൽ ആ പ്രാർത്ഥന മാറിയിട്ട് ആ കരത്തിന്റെ കൂടെ ഇങ്ങനെ അങ്ങ് And പോകും. then the prayer will go, and we're just holding hands and moving forward. അതിന്റെ അർത്ഥം ഒരു കാര്യം ഇപ്രകാരം വരാം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും More than putting your trust in the പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ആമേൻ മുൻപോട്ട് അങ്ങ് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ശക്തിയിൽ ആരാശ്രയിച്ചു? ആമേൻ ആഹാസ് So who is ആശ്രയിച്ചു. desiring the visible forces? It's King Ahaz to Assyria. അങ്ങനായപ്പോൾ ഒരുവൻ ദൈവത്തിനേക്കാളും അപ്പുറമായി മറ്റൊന്നിലേക്ക് ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് 2 Kings chapter 16 verses 7. And when someone desires something else besides God, is what's happening in verse 7 here. ആമേൻ. ആ ആ നോക്കിക്കേ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അധപ്പതനം നോക്കിക്കേ, ഏത് നിലവാരത്തിലെ തരം താഴ്ന്നു പോയ. And what chance did he fall down here? അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ആമേൻ അങ്ങോട്ട് പറയും ആഹാസ് ആളിനെ അയച്ച്, ഞാൻ നിന്റെ ദാസനാകും. And he is sending a message saying, I am your അവിടെ servant. ദാസൻ എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ അടിമ, ദാസൻ, സ്ലേവ് എന്ന പോലെ എബഡ് എന്ന് പറയുന്ന ഒരു അത് പറയേണ്ടത് അതൊരു ഹീബ്രു വേർഡ്. അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യദാസൻ, അതായത് മാൻ സെർവന്റ്.
Elijah, go and sit there. Yeah, sorry. മനുഷ്യദാസൻ, മാൻ സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥത്തിൽ ഞാൻ കണ്ടത് നിന്റെ ദൈവത്തിൻ്റെ ആരാധകനായി, നിന്റെ ദൈവത്തിൻ്റെ വർഷിപ്പറായി ഞാൻ മാറും. And I will move to a person who worships you, O king. ഈ അശൂർ രാജാവിനെ ആശ്രയിക്കാൻ കാരണം മറ്റൊരു ഭാഗത്തിൽ കാണുന്നുണ്ട്, അശൂരിനെ ജയിപ്പിച്ച ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു. And he knows there's someone, or God, who defeated this king of പക്ഷെ Syria. ദൈവം എന്നോട് സംസാരിക്കാൻ ദൈവം അവന്റെ ദൈവത്തെക്കാളും വലിയവനെന്ന് വിശ്വസിക്കാൻ പാടാം. But it's hard for God to speak to me greater than the king of Assyria to him. കണ്ണാൽ നോക്കുമ്പോൾ അവനാണ് ശക്തി. When I look with my eyes, he is ഇതാണ് നമ്മുടെ stronger. പ്രശ്നം. This is mine and your കണ്ണാൽ problem. നോക്കുമ്പോൾ അതിനാണ് When I ശക്തി. look with my eyes, he's പക്ഷേ stronger. ആത്മാവിന്റെ വെളിപ്പാടുള്ള പുതിയ നിയമം മനസ്സിലാക്കണം. കണ്ണാൽ കാണുന്നതിനേക്കാളും അപ്പുറമായി വാഴ്ചകളെയും അധികാരങ്ങളെയും തകർക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമത്തിന്റെ പേര് യേശു And the New ക്രിസ്തു എന്നാണ്. Testament church needs to realize who has received the revelation. There's only one name of power that defeats these kings, and that is Jesus, King of മോനെ Kings. പറ, ഞാൻ നിന്റെ ദാസനാണ് And he says, I'm your servant. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ദൈവത്തിന്റെ You are ആരാധകനാണ്. my God, and I will worship അടുത്ത you. പറയുകയാണ്, ആമേൻ, പുത്രനാകാൻ ഞാൻ നിന്റെ പുത്രനുമാകുന്നു പറയാം. And he's saying, you are my master here. അവിടെ ബെയിൻ എന്നൊരു പദം അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സൺ, ഗ്രാൻഡ് സൺ, ചൈൽഡ്. അടുത്ത പറയുക മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ടത്തിലെ ഒരാളായി ഞാൻ And I will become a member of your own group. അവനൊക്കെ ശ്രദ്ധിച്ചു Young ones, pay attention. നിന്റെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ I മാറും. will become as a member of your own group. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് ലോകക്കാരെ ഞാൻ നിങ്ങൾ മാറിയ. And even if I don't say with my word, I'm moving in the ways that this world is moving. അതിലേക്ക് ഞാൻ വരാം. അടുത്ത പിന്നെന്തോ പറയുന്ന അറിയാമോ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ഇതിലാ പോകുന്നത്. പിന്നെ പറയാ, നീ എന്നെ വിടുവിക്കണം, നീ എന്നെ ഡെലിവർ ചെയ്യണം, റെസ്ക്യൂ ചെയ്യണമെന്ന് And he's പറയാം. saying to this king, you need to rescue and deliver me. അവിടെ ആ ഡെലിവർ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാഖ്യാനം ഇപ്രകാരം, എന്തിൽ നിന്നാണെന്ന് അറിയാമോ ആഹാസ് ഉദ്ദേശിക്കുന്നത്? What is Ahaz desiring out of this here? ധാർമ്മികമായി എന്ന് പറഞ്ഞാൽ മോറൽ ആയിട്ടുള്ള ട്രബിളിനകത്ത് നിന്ന് എന്നെ രക്ഷിക്കണം. I need you to save me from this moral trouble I'm going അത് through. ഇപ്രകാരമാണ്. അത് ഫിസിക്കൽ It ആയിരിക്കാം, may be physical, ഫിനാൻസ് ആയിരിക്കാം, finance, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം, stress, ജോലി through ആയിരിക്കാം, your work, അല്ലെങ്കിൽ മക്കളായിരിക്കാം. through എന്ന് your പറഞ്ഞ് children. നമ്മളെ ബാഹ്യമായി ഒതുക്കാൻ നോക്കുന്നതിനകത്ത് നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. from the moral struggles that I am going through. Oh king, would you save me from ആമേൻ. this? പിന്നെ അവിടെ പറയാണ് അവന്റെ ശക്തിക്കകത്ത് നിന്ന്, ആമേൻ, സ്തോത്രം. അവിടെ പറഞ്ഞ പുത്രനും രാജയെ എതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കയ്യിൽ നിന്നും, ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞാൽ അവന്റെ ഫ്രം ദ ഹാൻഡ്, അവന്റെ കയ്യിൽ നിന്ന്, ക്യാഫ് എന്നൊരു വാക്ക്, അവന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണം. And I need you to save me from the hand of this enemy here. അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് അറിയാമോ? What is the meaning? ശത്രുവിന്റെ കയ്യിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ ശക്തിക്കകത്ത് നിന്ന് നീ എന്നെ രക്ഷിക്കണം. And me who is standing in your strength, O king, you need to save me from this enemy. എന്നെ കെട്ടുവാൻ, എന്നെ ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനകത്ത് നിന്ന് എന്നെ രക്ഷിക്കണം. Whatever is trying to bind me here, O king, you need to save me എന്നിട്ട് from പറയാ, that. എന്നെ ഈ സാഹചര്യത്തിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ എന്നെ ഒന്ന് I രക്ഷിക്കണം. need you to lift and rescue me from the situation I'm down at. അതുകൊണ്ട് ഞാൻ നിന്റെ അരികിലേക്ക് വന്നോളാം. ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ ദാസനാണ്. അവൻ ഇങ്ങനെയുള്ള വിഷയത്തിനകത്ത് നിന്നെല്ലാം നിനക്കേ എന്നെ രക്ഷിക്കാൻ And now പറ്റും. he goes to the king and says, I am your servant, you are master, you are the only one who can save me from അവൻ this. ഇത് മനസ്സിലാക്കി അവൻ യഹോവ മുന്നേ പറഞ്ഞു, മോനെ നീ എന്നെ അടയാളം ചോദിക്കും, ഞാൻ നിനക്ക് തരാം. And after or before the servant king goes to him, he's saying, give me a sign. ദൈവത്തിന്റെ ഒറ്റ ആഗ്രഹമുള്ള God only has ആഹാസിനോട്, one desire for Ahaz. ആഹാസ് നീ എന്റെ സന്നിധി അല്ലെന്ന് എനിക്കറിയാം, Ahaz, I know you're not walking in my എന്നിട്ടും will. എനിക്കൊരു ആഗ്രഹം Yet നിന്നോടുണ്ട്. I have a desire towards യൗവനക്കാരായ you. എനിക്കൊരു ആഗ്രഹം I have a നിന്നോടുണ്ട്. desire towards മാതാവേ you. പിതാവ് എനിക്കൊരു ആഗ്രഹം Parents, I നിന്നോടുണ്ട്. have a desire for എനിക്ക് you. നിന്റെ കൂടെ ഒന്ന് I വസിക്കണം. just want to dwell with you. പക്ഷേ അപ്പോൾ ആഹാസ് പറയുന്നത് അറിയാമോ? But Ahaz is saying കർത്താവ് this. എനിക്ക് അങ്ങനെയല്ല God, വേണ്ടത്, I don't want you. എനിക്ക് വേണ്ടത് I അശൂരിനെയാണ്. want the king of Assyria. ഓ, നമ്മുടെ മുൻപിൽ അശൂരികളൊന്നുമില്ല വിസിബിൾ, പക്ഷേ നാം ആശ്രയിക്കുന്ന പലതും ആ നിലവാരത്തിലായി There may മാറി. not be a king of Syria, but the things that we are desiring is going in the same realm as യഥാർത്ഥത്തിൽ that. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് അടുക്കാൻ കഴിയാത്ത പെന്തക്കോസ്ത് തലമുറകൾ, With the Pentecostal generation that does not want to give their full heart to our God. അതുകൊണ്ട് ഹൃദയത്തിനകത്തങ്ങ് ആമേൻ സ്തോത്രം എന്താണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ ഉൾപ്പെടെ പറയുക, ഹൃദയത്തിനകത്ത് പരിഭവങ്ങളും പരാതികളും ദൈവത്തോട് പിറുപിറുപ്പും
ദൈവത്തോട് അങ്ങ് റിവെഞ്ചും പല നിലവാരത്തിൽ വരാൻ കാരണം എന്നറിയാമോ? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാത്ത ഒരു തലമുറ ഇന്ന് ദൈവസഭയ്ക്കകത്ത് കാണാൻ Because കഴിയും. there's a generation in the church who does not want God, who's so arrogant with God, who's so angry, and there's a reason why we can't overcome ഇങ്ങനെ this. പറയാം, ആഹാസിന് ദൈവത്തിന്റെ ശബ്ദത്തെ സ്വീകരിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ഹൃദയത്തെ പിശാചിനാൽ അവൻ ഭയന്നുപോയി, അവൻ വശീകരിക്കപ്പെട്ടു പോയി. Because Ahaz couldn't listen to the voice of God, he surrendered his life to the enemy and bended down at his feet. ഒറ്റ ലക്ഷ്യമേ പിശാചിനുള്ളായിരുന്നു. Only the desire of the devil. ആഹാസേ, നിന്റെ മേൽ കിടക്കുന്ന രാജകീയ അഭിഷേകത്തെ എനിക്ക് നോക്കണം. Ahaz, the kingship that has been called upon your life, I want to destroy that. How many of you can praise God? നിന്റെ മേൽ കിടക്കുന്ന രാജകീയ അഭിഷേകത്തെ എനിക്ക് The നോക്കണം. authority of kingship that has been given to your life. സഭ ശ്രദ്ധിച്ചെന്നെ New കേൾക്കണം. Testament church, listen. നമ്മളാണ് രാജകീയ അഭിഷേകം പ്രാപിച്ചത്. We have received the kingship എന്ന് പറഞ്ഞ authority. പിശാചിന്റെ സമ്പത്ത് കളഞ്ഞാലും ആരോഗ്യം കളഞ്ഞാലും സ്വസ്ഥത കളയുന്ന വിഷയങ്ങളും സകലതിനകത്തും പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇതിന്റെ മേൽ കിടക്കുന്ന രാജകീയ അഭിഷേകത്തെ ഏത് നിലവാരത്തിനകത്തായാലും എനിക്കൊന്ന് കളയണം. The biggest desire of the devil is nothing else but destroy the heavenly calling that he has called upon each one of you പക്ഷെ അപ്പോൾ here. ദൈവത്തിന്റെ വലിയ ആഗ്രഹമുണ്ട്. So there's a desire of God ഞാൻ here. പറയുന്ന ശബ്ദത്തെ പുതിയ നിയമസഭയാകുന്ന ഞാനും നിങ്ങൾ കേൾക്കണം. In the New Testament church, me and you, we need to listen to the voice of ആഹാസിനെ കുറിച്ചിതായിരുന്നു ആഗ്രഹം. God. Do not desire of the things of Ahaz. പക്ഷേ അവന്റെ മുകളിൽ രാജകീയ അഭിഷേകത്തെ തകർക്കാൻ നോക്കിയപ്പോൾ ദൈവം ഇടപെട്ടു. പക്ഷെ ദൈവം കണ്ടൊരു കാര്യമുണ്ട്, അവന്റെ ഹൃദയം വശീകരിക്കപ്പെട്ട് ദൈവിക ആരാധനയ്ക്കകത്തു നിന്നും ദൈവിക ബന്ധത്തിനകത്തു നിന്നും, അടുത്ത വാക്കാണ്, ദൈവവുമായിട്ടുള്ള ഏകാഗ്രതയ്ക്കകത്തു നിന്നും അവനെ വശീകരിച്ചു കൊണ്ടുപോയി. And you see that he is going towards the way that he wanted to go as well. ദൈവ ശബ്ദം കേൾക്കാൻ അവന് പറ്റുന്നില്ല. He's not able to listen to the voice of God. എന്നാ പറഞ്ഞ ഇങ്ങോട്ട് കേറുന്നില്ല. And whatever God is saying is not entering the കാരണം heart. പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുക. Because problems are എന്റെ surrounding. ഏലാത്ത് പോയാ My air is gone. മോനെ എന്ന് പറഞ്ഞ എന്റെ സ്ഥലം, എന്റെ എന്താ ട്രേഡ് നടക്കുന്ന സമ്പത്ത് പോയി. My trade route is being defeated. എന്നാ പറഞ്ഞാലും കേറുന്നില്ല. Nothing is being getting into the ദൈവം heart. പറഞ്ഞ അടയാളം ചോദിക്കാൻ അവന് കേറുന്നില്ല. Ask me, test me, but nothing's entering into കാരണം the ദൈവം heart. പറഞ്ഞു, നീ വശീകരിക്കപ്പെട്ട് കിടക്ക, എനിക്കറിയാം. Because I know you're destroyed and you're പക്ഷെ surrendered to the devil. എന്നിട്ടും എനിക്ക് എന്റെ കൂടെ But ചലിക്കാനാ. still, I want to dwell with you. ആമേൻ. ഇവിടെ ആമേൻ ഇത്ര പറഞ്ഞിട്ടും ആഹാസ് മടങ്ങി വരുന്നില്ല. Even after God is saying all these things, Ahaz is not coming back. കൂടുതൽ വായിക്കാം. വശീകരിക്കപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് 2 കൊരിന്ത്യർ ലേഖനം 2 Corinthians chapter 11 verses 2 and 3 ഒന്ന് വായിക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ബൈബിൾ എടുത്ത മക്കളെ, 2 Corinthians chapter 2 Corinthians chapter 11 verses 2 and 3. വഷള എന്ന വാക്കിന് പ്യൂരിറ്റി എന്നൊരു വാക്കാ. And for this letter being a letter share, there's a word that we can see അപ്പോൾ purity. ദൈവം പറയും, ആഹാസേ, നിന്റെ ഹൃദയം വഷളായി എന്ന് ഞാൻ കാണുകയാണ്. Ahaz, I see your heart being led astray. ഏകാഗ്രത ഇല്ലാതെ പോയത് കാണുക. ഏക മീൻസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. I'm not able to consolate with you here. ഇങ്ങനെ പറയാം, നോക്കിയേ, ലോകം അവന്റെ ഉള്ളിലായി. And the heart of the world is inside of him. ലോകത്തിന്റെ ശക്തിയിലേക്ക് അവൻ അങ്ങ് He's moving to ആശ്രയിക്കുക. the strength of this world നിങ്ങൾ here. എപ്പോഴും ഓർത്തോണേ, ഈ ലോകത്തിന്റെ ശക്തി അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാം, ആഹാസ് അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് പറയാം. And we can say here that Ahaz is being unfaithful. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അൺഫെയ്ത്ത്ഫുൾ. And he's unfaithful with the അങ്ങനെയാണ് ഈ relationship with ദൈവമായിട്ടുള്ള God. ബന്ധത്തിൽ പഴയ നിയമത്തിൽ അൺഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള സംഭവത്തെ വിളിക്കുന്നത്? What do you call the person who's being unfaithful here in the Old ഒരാൾ Testament? ജെറമായ, ഒരാൾ എസെക്കിയേൽ, ഒരാൾ ഹോശയ എടുക്കണം. ജെറമായ, എസെക്കിയേൽ, ഹോശയ. അപ്പൊ ജെറമായ ചാപ്റ്റർ 3 verses 6 to 9 ഒന്ന് വായിച്ചാട്ടെ, വേഗത്തൊന്ന് വായിച്ചാട്ടെ. ജെറമായ ചാപ്റ്റർ 3 verses 3, 6 to 9. ഒരാൾ എസെക്കിയേൽ 16 എടുത്ത് വെക്കണേ. Yeah. 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 Yeah.
മതി. അവിടെ ഈ ദൈവത്തിൽ നകന്നതിനെ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വൈഫുമായിട്ടാ എന്തിനെ കമ്പയർ ചെയ്യുന്നത്. And we can compare there as being joined together as a wife, the unfaithfulness ഇങ്ങനെ happening പറയാം, towards her. ഒരു അഡൽട്ടറി ആയിട്ട് അതിനെ കണക്ട് And we can see adultery being happening there. Ezekiel chapter 16 verses 30 to 32. ഒരാൾ ഹോശിയ 2 എടുത്തേക്കണേ. Yeah. Ezekiel chapter 16 verses അവിടെ നിന്ന് പറയുകയാണ്. Ezekiel chapter 16 verses 30 and 32. 16 verses 30 and 32. വായിച്ചു. Yeah. When you build your mounds at the head of every street and made your lofty shrines in every public square, Yeah. you are unlike a prostitute because it's gone free. Jerusalem's adultery is compared to marital unfaithfulness. And so Jerusalem being compared here to an unmerited Okay, faithfulness. ഇവിടെ എല്ലാം കാണുന്നത് പാപം ദൈവമായിട്ടുള്ള ഏക നഷ്ടപ്പെടുമ്പോൾ അതെല്ലാം ഒരു അഡൽട്ടറിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. And they're saying when they're walking, God is not happy. There's adultery that's happening. Hosea chapter 2 verses 2 and 13. Yeah. Yeah, mama. അതിന്റെ 30 ഒന്ന് വായിച്ചേ. Yeah, verse 13. ധൂപം കാണിച്ചു ആഭരണങ്ങൾ കൊണ്ട് തന്നെ അലങ്കരിച്ച് എൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഞാൻ അതിനെ ആ ഒരു അഡൽട്ടറി എന്നൊരു വാക്കിന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് പോകുന്നത്. പഴയ നിയമത്തിനകത്തെല്ലാം ദൈവത്തിൽ നകന്നു പോകുന്നതിനെല്ലാം അതുമായിട്ട് ബന്ധപ്പെടുത്തുക. And so God is comparing or contrasting this thing to adultery for those who are walking away from God. And New Testament church, pay attention. പുതിയ നിയമത്തിനകത്ത് ഒരുവൻ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിക്ക് ദൈവത്തിൽ അകന്നു പോയാൽ അവനെ എന്താ വിളിക്കുന്നത്? What is the New Testament calling if one walks away from the Lord? James chapter 4 verse 4 എടുത്താട്ടെ. You were not faithful to God. Don't you know that to be a friend of the world is to hate God? So anyone who chooses to be the world's friend becomes God's enemy. James 4 verse 4. Yeah. No. Yeah. Yeah. നോക്കിയേ അവിടെ എന്താ വിളിക്കുന്നത്? പുതിയ നിയമസഭയ്ക്ക് എന്താ വിളിക്കുന്നത്? What is he saying in the New Testament? വ്യഭിചാരികളായി ഉള്ളവരെ വിളിക്കുന്നത്. He's saying you are not ലോകസ്നേഹം എന്ന് പറഞ്ഞ ദൈവവുമായിട്ടുള്ള ഏകാഗ്രത അല്ലെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ദൈവവചനത്തെ സ്വീകരിക്കാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ലോകസ്നേഹമുള്ളതിനെ ആമേൻ വ്യക്തമായി വിളിക്കുന്ന പേരാണ് ഇങ്ങനെ പറയാം spiritual adultery എന്നാണ് വിളിക്കുന്നത്. And those who are walking away from God and walking in the patterns of the world is called spiritually adulterous. പക്ഷേ മാനുഷികമായി ഞാനും നിങ്ങളും ഒന്ന് കൃപയാലിനകത്ത് ഇങ്ങനെ പോകാത്തോണ്ട് നമ്മളെല്ലാം എന്ത് ഓക്കെയാണെന്നുള്ള ചിന്ത നമ്മളില്ല. In human sense we're thinking because we're walking on the grace of God we're not going through any of this. പക്ഷേ ആമേൻ ആത്മാവ് ബൈബിൾ വ്യക്തമായി പറയാ. The Bible is saying ദൈവത്തിൽ നകന്ന് ഏകാഗ്രതയില്ലാതെ ലോകസ്നേഹമായി പോകുന്ന ആഹാസുമാരികളെ വ്യക്തമായി വിളിക്കുകയാണ്. വ്യഭിചാരിണിയായുള്ളവരെ എന്ന ആത്മാവ് വ്യക്തമായി വിളിക്കുകയാണ്. And those who are walking in the patterns of Christ but walking in the patterns of God he's calling them you are God's enemy. Spiritual adultery na വാക്കിനെ And remember വായിച്ചു. spiritually adulterous. എത്രമാത്രം ഗൗരവത്തോടെ ഞാനും നിങ്ങളും നടക്കണം. How many of you taking this very seriously? ലോകസ്നേഹം ആമിഷ്ടോന്ന് കേറുമ്പോൾ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? What's happening when the love of the world is entering my heart? ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകലും. I am walking away from the ones that God has called me. എന്താണ് എൻ്റെ ലക്ഷ്യം? What is the purpose of my life? രാജാവിന്റെ അടുത്തെത്തുക എന്നുള്ള ലക്ഷ്യം. To receive the kingly, to receive from those in the king. I'm walking away from that desire. അതുകൊണ്ട് Ephesians chapter 6 verse 12 ഇപ്രകാരം പറയുന്നത്. That's what it says in Ephesians. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. And our fight is not against human beings but it's against the rules and authorities, the power of this dark world and the spiritual forces. And understand more carefully. Young ones pay attention. അപ്പോൾ പറയാ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോ. And he's walking away from the desires of എന്താ God. കാര്യം എന്നറിയാമോ? Why is this happening? ദൈവത്തിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമ്പോൾ Because he's losing this walk with God or the മോനെ calling. ഞാൻ ദൈവത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരു യുദ്ധമുണ്ട്. When I'm standing with God there's a battle. എനിക്കൊരു ബാറ്റിൽ ഉണ്ട്. There's a battle that I അത് go through. മനുഷ്യനോട്
മനുഷ്യനോടല്ല, It's not against അത് humans. പാസ്റ്ററോടല്ല, It's not against അത് pastor. വിശ്വാസിയോടല്ല, It's not against the അത് member. അമ്മയോടും അപ്പനോടുമല്ല, It's not to my ആമേൻ parents. സ്തോത്രം, അത് അമ്മായിമ്മ മരുമോളോടല്ല, It's not to anyone who ആമേൻ അത് follows. ലോകക്കാരോടല്ല, It's not against this world. നമുക്ക് യുദ്ധമുള്ള വാഴ്ചയോടും It is to the അധികാരത്തോടും. power and the enemy of this പക്ഷെ world. ഇന്നത്തെ കാലത്ത് ദൈവസഭയ്ക്ക് But പറ്റിപ്പോയതാണ്. something happened to this New Testament church. വായിക്കാം 1 Samuel chapter 18 verse 6. 1 Samuel chapter 18 verse 6. ഇമ്മാനുവേലിലേക്ക് വരുവാ കേട്ടോ. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം ആ അവർ മടങ്ങി വരുമ്പോൾ yeah ഇസ്രായേലിയ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തുകൊണ്ട് ആ തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. വായിച്ചോ മാമേ. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അടുത്ത വാക്കിൽ ശ്രദ്ധിക്കുക, വായിച്ചോ. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. യാ അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. നോക്കിയ ഫെലിസ്തീനെ തകർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശൗൽ, A man who was desired or chosen to defeat the Philistines is Saul here. പക്ഷെ ഗോലിയാത്തിന് മുൻപിൽ അവൻ But വിറച്ചുപോയി. when he stood in front of Goliath, he feared പക്ഷെ away. ഒരുവൻ അഭിഷേകത്താൽ അവനെ But തകർത്തു. one with the power of God destroyed that അങ്ങനെ devil. ശൗലിന് അന്ന് വരെ ദാവീദിനോട് വിഷയമില്ല. And Saul still doesn't have any problem with പക്ഷേ David. ശൗലിന്റെ ലക്ഷ്യം എന്തെന്നറിയാമോ? അവൻ ശത്രുവിനെ തകർക്കുക But എന്നുള്ളതാ. Saul's biggest desire was to destroy the enemy പക്ഷെ there. ചിലത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭിഷേകമുള്ളവരെന്ന് പറയുന്ന വ്യക്തിയുടെ യുദ്ധം മാറി. But once someone heard something, the power of God that was in him എത്ര പേർക്ക് വെളിപ്പാട് moved away. മനസ്സിലായി? How many of you അയ്യോ, understand this എന്റെ revelation? യുദ്ധം ഇപ്പൊ സഹോദരനോടാ, My war is against my brother എന്റെ here. യുദ്ധം പാസ്റ്ററോടാ, My war is against എന്റെ pastor. യുദ്ധം My വിശ്വാസിയോടാ, war is against the എന്റെ member. യുദ്ധം എന്റെ My ബന്ധങ്ങളോടാ. war is against my ഏക്കമ്മ brothers എത്ര and പേർക്ക് അത് മനസ്സിലാക്കാൻ sisters. കഴിയുന്നുണ്ട്? I need you to understand നിങ്ങളുടെ this. ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്. Do not lose away from the calling that's been called upon ദൈവസഭ you. ലക്ഷ്യത്തിൽ അകന്നു Church, do പോകരുത്. not go away from the calling that's been called. ഏകാഗ്രതയിൽ അകന്നു Do പോകരുത്. not remove from the നിങ്ങൾ calling that's been എപ്പോൾ called. ഏകാഗ്രത അകന്നു പോകുന്നുവോ അപ്പോൾ നിങ്ങളുടെ യുദ്ധം The മാറും. moment that you move away from the presence of God, your war ശൗല് is പോലും changed. അറിഞ്ഞില്ലെന്ന്. Saul himself doesn't understand this. സ്തോത്രം. അവനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. He didn't understand this at all. ഞാൻ ഈ കൈന്റെ ഹാബേലിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരിക. And coming to Cain and Abel, ഭയങ്കര സന്തോഷം അവര്. they're so happy together. പക്ഷേ കൈനെ നിന്റെ യുദ്ധം ലോകത്തിലെ അവൻ ശക്തിയോടായിരുന്നു. Cain, your battle was against this പക്ഷെ world. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവന് സന്തോഷം വന്നു, അവന്റെ മേൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇവന്റെ യുദ്ധം അവനോടായി. And when Abel saw Cain's life was going well, his battle was ഇന്ന് against പകൽ his എന്നെ brother. കേൾക്കുന്ന ഫെയ്ത്ത് ടാബർനാക്കിളെ ആത്മാവിൽ ഒരു കാര്യം And faith മനസ്സിലാക്കണം. I'm going to say something in the spirit. നിങ്ങളുടെ യുദ്ധം ആരോടാ? Who is your battle നിങ്ങളുടെ against? യുദ്ധം മനുഷ്യനോടാണെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ഏകാഗ്രത If നഷ്ടപ്പെട്ടവരാണ്. your battle is against human versus human, you have lost the call of നമ്മൾ God upon your സ്പിരിച്വൽ life. അഡൽട്ടറിക്കകത്ത് You are കിടക്കുന്നവരാണ്. walking in the spiritual ഇന്ന് adultery. വരെ എത്ര പേർക്കൊന്ന് പറയാം, കർത്താവേ എനിക്കൊന്ന് മടങ്ങി വരണം, എത്ര പേർക്ക് പറയാൻ How കഴിയും? many of you desire, Father, desire to come back? യുദ്ധങ്ങൾ കർത്താവ് പറയാ, ആമേൻ, സിംഹത്തെ കീറിക്കളയുന്നത്, ആടിനെ കീറിക്കളയുന്ന പോലെ അഭിഷേകമുള്ളവൻ സിംഹത്തെ കീറിക്കളയും. And the power that you receive, the return power of lambs, after the power of Amen. God has come ഒരു കാര്യം ഞാൻ upon ആത്മാവിൽ your പറയാം. life. I will say one thing in ഇന്ന് the spirit. പരിശുദ്ധാത്മനത്തെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പകലാണ്. How many of you desire for the Holy കാരണം Spirit to do എവിടോ something? ദൈവജനം യുദ്ധം മാറി ചെയ്യുന്നു. Somewhere along the way, the battle's changed. കർത്താവ് നിങ്ങളുടെ യുദ്ധത്തിനകത്തേക്ക് നിങ്ങൾ തിരിച്ചു വരണം. Come back to the battle you നിങ്ങളെ belong വിളിച്ച to. വിളിയിലേക്ക് നിങ്ങൾ Come back തിരിച്ചു to the വരണം. calling I called you ആമേൻ. once. കർത്താവേ എനിക്ക് ആരുടെ പ്രശ്നമില്ലെന്ന് നമ്മുടെ ചിന്ത. You thought I have no problem പക്ഷെ with anyone. ഉള്ളിലേക്ക് നോക്കിക്കേ, If you look inside of your മോനെ heart, മൊത്തം യുദ്ധങ്ങളാണ്. it's all battles in ഈ my heart. യുദ്ധം നിന്നെ തകർക്കുന്നതല്ലാതെ ഒരു ഗുണം No അതിനകത്തില്ല. matter this battle's just trying to defeat you, and there's no goodness that's happening ആ out of കരങ്ങളത്തെ this. കർത്താവ് നന്ദി Can you പറഞ്ഞാൽ. raise your hands? ഓ ജീസസ്. മുമ്പോട്ട് പോവുകയാ. I'm moving forward. ഓക്കേ, ഈ യുദ്ധങ്ങൾ ഇതുപോലാണ് ആഹാസിനും These പറ്റിയത്. type of battles are what's happening to King Ahaz. ആഹാസ് യുദ്ധം ചെയ്യേണ്ടത് ദൈവത്തിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യണം. Ahaz needed to stand with God in ആഹാസ് battle, അശ്ശൂരിനോട് ചേർന്നു. but he joined together with അവന്റെ Assyria, യുദ്ധത്തിന്റെ ഗതി മാറി. and the battle has changed മോനെ, ഈ completely. യുദ്ധത്തിന്റെ ഗതി മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ സമയക്രോട് ഇങ്ങനെ പറയാം, ആലയത്തിനകത്തുള്ളതെല്ലാം എടുത്ത് അവൻ കൊടുത്തു And everything that Ahaz belonged എന്ന് to, he പറഞ്ഞാൽ gave it to ഈ Assyria, ആലയത്തെ വഷളാക്കി. and he destroyed whatever ഈ ആലയം was വഷളായി within. He പോയി. destroyed this temple. ആമേൻ. പക്ഷേ ഈ ആലയം വഷളായി പോയപ്പോഴും ദൈവത്തിന് ആഗ്രഹമുണ്ട്, എത്ര ആലയത്തെ ആമേൻ ദൈവരാജ്യത്തെ ഒരു വഷളാക്കാൻ നോക്കിയാലും അതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന് Even ആഗ്രഹമുണ്ട്. no matter how much
much he tried to destroy the temple of God, God himself desires for him to come back. ഞാൻ അതുകൊണ്ട് എപ്പോഴും യൗവനക്കാരുടെ പലരോടും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. That's why I say it to the young ones especially. ദൈവം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ദൈവം നിങ്ങൾക്ക് ഒരു കഴിവും പ്രാപ്തിയും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ, ബാത്റൂം കഴുവാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുന്നത് ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്യാം, നിങ്ങൾക്കൊരു ഒരു കഴിവില്ലാത്ത കാര്യമില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ആ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ഇതായി കാണരുത്, നിസ്സാരമായി കാണരുത്. Even if God gives you opportunity to clean the bathrooms, take care of the trash, do not see that opportunity as a simple or something so small. ഞാൻ ഈ ചെയ്യത്തില്ലെന്ന് പറയരുത്. I don't say I won't do it. ആഹാസ് മാറിയാൽ അടുത്തവനെ ദൈവം കൊണ്ടുവരും. Because Ahaz, even if he moves, there's somebody else that's coming. ആഹാസിനെ കഴിവുള്ളത്തോളം ദൈവം കൂടെ വരുത്താൻ God നോക്കി. is trying to bring Ahaz together as much അവൻ as he can. ഏലാത്ത് പ്രദേശം താൻ നഷ്ടപ്പെട്ടു പോയ No, ആഹാസ്, he lost that trade route there. പിശാചിനെ ഞെരുക്കുന്ന ആഹാസ്. No, this is devil's trying to seize പക്ഷെ him അവന്റെ off. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം വീണ്ടും വിളിക്കുക. Even when he lost the talk of പക്ഷെ God. വീണ്ടും ഈ ആലയത്തിന്, ദൈവിക ആലയത്തിനെതിരെ പ്രവർത്തിക്കുന്നതല്ലാതെ സ്തോത്രം ദൈവത്തോട് അവൻ അടുക്കുന്നില്ല. Even if he's not renewing that temple of God, he's not able to come close back. അവിടെ കാണാൻ കഴിയുന്ന കാര്യം, ദൈവം അവനെ ഉപേക്ഷിക്കുക. And God is putting പക്ഷെ him away. ഒറ്റ ചോദ്യം, അവനെ ഉപേക്ഷിച്ചത് കൊണ്ട് യഹൂദ ഗോത്രം തീർന്നു പോയോ? Just because he was lost, did Judah just go away? മോനെ ഇല്ല. No. അവൻ 13ാമത്തെ 13th രാജാവായി അതിനുശേഷം ഹിസ്കിയാവിനെ ദൈവം പുറത്തെടുക്കുകയാണ്. And Hezekiah. what's happening after this is Hezekiah has been chosen as king. യെസെക്കിയാവിനെ പുറത്തെടുക്കുകയാണ്. And he's taking Hezekiah forward. സകല ആഹാസുമാരിനകത്ത് കേട്ടുകൊള്ളണം. And all these യൗവനക്കാർ ആഹാസ് എല്ലാവരും അകത്ത് കേട്ടുകൊള്ളണം. and all ഒരിക്കലും ദൈവം തരുന്ന ശുശ്രൂഷയ്ക്കകത്തുനിന്ന് പുറത്തോട്ട് പോകരുത്. any ministry that God has placed over your life, do ദൈവം not തരുന്ന drift away. ശബ്ദത്തിന് പുറത്തോട്ട് Do not പോകരുത്. drift away from the voice of God. ഒരു ചാൻസ് Do കർത്താവ് not തരും. even give a chance. God is giving you a chance. He's giving you 2 മൂന്ന് chances. ചാൻസ് കർത്താവ് 3 തരും. chances he's 4 given you. തരും. 4 പക്ഷെ chances. അഞ്ചാമത് യെസെക്കിയാവിനെ But കർത്താവ് at the 5th chance he chose his അപ്പോൾ Hezekiah. കരഞ്ഞിട്ട് കാര്യമില്ല. And there's no point in ആത്മാവ് crying. വ്യക്തമായിട്ട് തന്നെ പറയുന്നത്, Understand the spirit. ഈ ദൈവസഭയ്ക്ക് അങ്ങോട്ട് വ്യാപാരമുണ്ട്. And there's a call that God is യേശുവിന്റെ fighting. നാമത്തിൽ In the name ആ of Jesus. വ്യാപാരത്തെ ആത്മാൽ പുറത്താക്കുകയാണ്. And he's taking കാരണം away. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. Because God wants to use ദൈവത്തിന് you. ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. God has a desire പക്ഷെ for you. പിന്മാറ്റത്തിൽ വലിക്കുന്ന But മേഖലകൾ, there's a power that's അവന്റെ taking you away. ഹൃദയത്തിൽ ദേഷ്യം കൊണ്ടിരുന്ന And മേഖലകൾ, there's a power that's bringing Christ. ഹൃദയത്തിൽ റിവെഞ്ച് And കൊണ്ടിരുന്ന there's a മേഖലകൾ, revenge that's coming upon your heart. ആത്മാവിൽ അതിനെ തുടച്ചു In the കളയണം. name of Jesus, let that go കാരണം away. അടുത്ത യെസെക്കിയാവ് അവിടെ നിൽക്കുക. Because next Hezekiah is ഇനി standing നിങ്ങൾ there. ശ്രദ്ധിച്ചു കേട്ടോ. Now pay attention. അപ്പോൾ യെസെക്കിയാവ് രാജാവാകുകയാണ്. And Hezekiah is becoming king. എനിക്കറിയാം, അതിന് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കും. നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. Pay attention, be patient. 2 Chronicles chapter 29 എല്ലാവരും വന്നാട്ടെ. Come to 2 Chronicles 29. 2 Chronicles chapter 29 and 6 to 10 വായിച്ചാട്ടെ. Our fathers were unfaithful, Yeah. did evil in the eyes of the Lord our God. മക്കൾ ഇട്ട് മോനെ ഇടുന്നിട്ടെ, ഇവിടുന്നിട്ടെ. 2 Chronicles chapter 29 verses 6 to വായിച്ചോ. They did evil in the eyes of the Lord our God and forsook him. They turned their faces away from Lord's dwelling place and turned their backs on it. They also shut the doors of the portico and put out the lamps. Yeah. They did not burn incense or present any burnt offerings at the sanctuary of the God of Israel. Yeah. Therefore, the anger of the Lord has fallen on Judah and Jerusalem. Yeah. He has made them an object of dread and horror and scorn, Yeah. as you can see with your own eyes. Yeah. This is why our fathers have fallen by the sword, and why our sons and daughters and our wives are in captivity. Yeah. Now I intend to make a covenant with the Lord. 10ാം വാക്യം എല്ലാവരും നോക്കിക്കേ. യെസെക്കിയാ എന്താ പറയുന്നത്? Now I intend to make a covenant. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോടൊരു കവനൻ, ഒരു ഉടമ്പടി, ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് So he's താല്പര്യമുണ്ട്. making a covenant with the Lord so that the Lord will stop being angry with these നാം people. ഇമ്മാനുവേലിലേക്ക് We're വരികയാണ്. learning, coming to നോക്കിക്കേ, അതിന്റെ Emmanuel. 16ാം വാക്യത്തിലേക്ക് നോക്കിക്കേ. Verse 16. Verse 16. Yeah. യഹോവയുടെ ആലയത്തിന്റെ ആ. അകം വെടിപ്പാക്കുവാൻ ആ. അതിൽ കടന്നു. ആ. യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും ആ. പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി. അടുത്ത വാക്ക്, ലേവ്യർ അത് കൊണ്ടുപോയി എവിടെ ഇട്ട്? Where did they go throw എല്ലാവരും this? ഇങ്ങോട്ടെ നോക്കിയേ. ലേവ്യർ അത് കൊണ്ടുപോയി എവിടെ ഇട്ട്? Where did the Levites go and throw this away to? എവിടാ? കിദ്രോൻ തോട്ടിനകത്ത്. At the Kidron Valley. നോക്കിക്കേ, ഇനി വ്യക്തമായി ദിവസം Now pay കേൾക്കണം. attention, very understandable. ആലയത്തിനകത്തുള്ള മലിനതകൾ നീക്കി ഒരു താഴ്വരയുണ്ട് മോനെ, കിദ്രോൻ വാലിയിലേക്ക് And to കൊണ്ടുവരിക. take the unclean things out of this temple and bring it out അപ്പൊ to the Kidron കിദ്രോൻ Valley. വാലി മുഴുവൻ എന്താണ് ശാപങ്ങളാലും പാപങ്ങളാലും നിറഞ്ഞു So കിടക്കുന്നു. what is this? Kidron Valley is full of sin and curses that is on that ഇതാ place. അവിടെ നിന്ന് 700 വർഷങ്ങൾക്ക് ശേഷം ഒരുവൻ കിദ്രോൻ വാലിയിലേക്ക് And ഇറങ്ങുകയാണ്. after 700 years, someone അത്
അതാണ് stepping in. John chapter 18 verses 1. As we see John 18:1. ഇത് പറഞ്ഞ് John chapter 1 John chapter 18 verses 1. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കിദ്രോൻ തോട്ടിനരികത്തേക്ക് പോയി. And Jesus and his disciples അവിടെ are ഒരു crossing. തോട്ടമുണ്ടായിരുന്നു. And there was a valley ആ that was there. തോട്ടത്തിന്റെ പേരാണ് ഗെത്സമന. And that valley was ആ Gethsemane. തോട്ടത്തിന്റെ പേരാണ് And ഗെത്സമന. that valley was called Gethsemane. നാമൻ സകല പാളയത്തിന്റെ പാപം കിടന്ന ആലയത്തിന്റെ പാപം കിടന്നതിനകത്തുനിന്ന് ഒരുവൻ പാപത്തെ എടുത്തുകൊണ്ട് And ഗെത്സമനയിലേക്ക് he's taking all കയറുകയാണ്. these sins that was a kid drop out. He's എന്നിട്ട് walking towards Gethsemane. തന്റെ വിയർപ്പ് തുള്ളി രക്തമായിട്ട് വീണു. And by his blood was being dropped out of his എന്തിനാണെന്ന് body. അറിയാമോ? Why was this? ഒരു കാലഘട്ടത്തിൽ വന്നും പോയി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം Because ഉണ്ടായിരുന്നു. there's a presence of God that was once upon these people. ആമേൻ. അല്ല മോനെ, വന്നും പോയി നിൽക്കുന്ന And ദൈവ there's a presence of സാന്നിധ്യമാണ് God that ഓണം. was coming upon മോനെ these people. വന്നും പോയി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ് ഓൾഡ് And ടെസ്റ്റ്മെന്റിനകത്ത്. there's the presence of God that was in the Old പക്ഷെ Testament. ദൈവത്തിന് ആഗ്രഹമുണ്ട്. There's a desire of God. ഇമ്മാനുവേൽ, Emmanuel. God is with us. God is with us. എപ്പോഴും എന്റെ കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവൻ കിദ്രോൻ തോട്ടിലേക്ക് And ഇറങ്ങി. the God who's always wanting to be stepping in the എത്രവർക്ക് വെളിപ്പാട് How മനസ്സിലായി? many of you understand എന്നിട്ട് this? പാപത്തെ വഹിച്ചു. And he's taking up the sin. എന്നിട്ട് ക്രൂശിലേക്ക് And കയറി. he goes towards that എന്നിട്ട് cross. പറഞ്ഞൊരു കാര്യമുണ്ട്. There's one thing he ഇവർ said. ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. And I know what's happening. They're doing it. ഒറ്റ God forgive കാര്യത്തിന് them. വേണ്ടിയാ. Only one thing. ഇമ്മാനുവേൽ, God is with us. Emmanuel, God with God us. is with us. God is with വർഷിക്കുക. us. God is with us. You know God is with ദൈവം us. നമ്മോട് കൂടെയുണ്ട്. God is with അവൻ us. താഴ്വരകൾ എന്ന് പറഞ്ഞ കണ്ണുനീരിന്റെ താഴ്വരകളെ മാറ്റുവാൻ ഇമ്മാനുവേലിന് And there's കഴിയും. someone who can wipe away our tears. And നിങ്ങളുടെ God Emmanuel. പ്രതിസന്ധികളെ മാറ്റുവാൻ There's ഇമ്മാനുവേലിന് someone, കഴിയും. God is with us. ഇന്ന് വരെയുള്ള ആലയത്തിന്റെ അശുദ്ധിയെ മാറ്റുവാൻ ഇമ്മാനുവേലിന് To കഴിയും. remove the uncleanness of the temple. Emmanuel, ആമേൻ. God with അതെന്താ us. കാര്യമെന്നറിയാമോ? What is the reason? ആമേൻ. സ്തോത്രം. ഇതാ അതാണ് യോഹന്നാൻ ജോൺ ചാപ്റ്റർ ജോൺ ചാപ്റ്റർ 3 verse 14 ഇപ്രകാരം പറയുന്നു. In John chapter 3 verse 14 says like മോശ this. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതും തന്നെ. Moses lifted up the snake in the desert in the same way Son of Man lifted up, that everyone who believes in him may have എന്താണ് eternal ഇതിന്റെ life. അർത്ഥം? What is the meaning of this? ആമേൻ. മോനെ, അതായത് ആ മരുഭൂമിക്കകത്ത് ആമേൻ കാളക്കുട്ടികളെ ഉണ്ടാക്കി. അല്ല, ഇങ്ങനെ പറയാം, പാപത്തിനകത്തേക്ക് കിടന്ന ജനം രക്ഷപ്പെടണമെങ്കിൽ അവിടെ ദൈവം ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക, അവനിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. And those who lifted up in this wilderness, those who look upon him will receive ഇന്ന് പകൽ salvation. കിദ്രോൻ തോട്ടിനകത്തേക്ക് ഈ ആലയത്തിനകത്ത് അശുദ്ധിയെ വലിച്ചെറിഞ്ഞാൽ ഒരുവൻ ആ തോട്ടിനകത്തേക്ക് ഇറങ്ങി ഇതാ നമ്മെ വിടുവിച്ചെടുക്കാൻ നമ്മോട് കൂടെ There's ഒരുവനുണ്ട്. one who stepped into the Kidron Valley and decided to save me and you.